നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റിയിൽ വൻ സംഘർഷം. KSU SFI പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തെ തുടർന്ന് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. രജിസ്ട്രാറുടെ സഹായത്തോടെ KSU തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് SFI നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. 15 ബാലറ്റ് പേപ്പറുകൾ കാണാതായി. ഇതോടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. തുടർ നടപടികൾ പിന്നീടെന്ന് സർവകലാശാല അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ളിൽ KSU ആണ് അക്രമം ഉണ്ടാക്കിയതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ആരോപിച്ചു. ബാലറ്റ് പേപ്പർ മോഷ്ടിച്ചുവെന്നും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും SFI ആവശ്യപ്പെട്ടു. ആക്രമണത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റു. ഇടയ്ക്ക് നടന്ന കല്ലേറിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറ തകർക്കപ്പെട്ടു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളും SFI വിജയിച്ചിരുന്നു. എന്നാൽ സെനറ്റ് തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ KSU വിജയിച്ചു. റിസർവേഷൻ സീറ്റുകളിലാണ് KSUവിന്റെ ജയം. ഇത് രജിസ്ട്രാറുടെ സഹായത്തോടെയാണെന്നാണ് SFI ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാലറ്റ് പേപ്പറുകൾ കാണാതായതിൽ ഇരു വിഭാഗങ്ങളും പരസ്പരം പഴിചാരുകയാണ്. തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. തിരഞ്ഞെടുപ്പ് നിർത്തിവെച്ച സാഹചര്യത്തിൽ SFI പ്രവർത്തകർ ഹാളിന് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. അതോടൊപ്പം വിജയിച്ച സീറ്റുകളിലുള്ള ആഹ്ലാദ പ്രകടനവും നടത്തി. എന്നാൽ KSU പ്രവർത്തകർ ഹാളിന് പുറത്തിറങ്ങിയില്ല. പിന്നാലെ SFI പ്രവർത്തകർ ഹാളിൽ പ്രതിഷേധവുമായി എത്തി. ഇത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വടികളും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ചും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പിന്നാലെ പോലീസ് എത്തി KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങി. അതേസമയം സർവകലാശാല ഗേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകരും ഏറ്റുമുട്ടി. വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്.